നമസ്കാരം. കേരളത്തിലെ ചരിത്ര പുരാതന ക്ഷേത്രങ്ങളിലെ വസ്തുക്കൾ അന്താരാഷ്ട്ര മാഫിയകൾ നോട്ടമിട്ടിരുന്നുവെന്നതിന് മറ്റൊരു തെളിവ് കൂടി പുറത്ത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പ സ്വർണ്ണക്കൊള്ളക്കിടെയാണ് പുതിയ വെളിപ്പെടുത്തൽ. ശബരിമല സ്വർണ്ണപ്പാളി തട്ടിപ്പിന് സമാനമായി കൊച്ചിൻ ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രത്തിലും സ്പോൺസർഷിപ്പിലൂടെ തട്ടിപ്പിന് ശ്രമം നടന്നുവെന്നാണ് വെളിപ്പെടുത്തൽ. എറണാകുളം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ശ്രീകോവിൽ സ്വർണം പൂശാനും ക്ഷേത്ര നവീകരണത്തിനുമായി 100 കോടിയുടെ സ്പോൺസർഷിപ്പ് വാഗ്ദാനവുമായി ബംഗളൂരു സ്വദേശി എത്തിയെന്ന് ദേവസ്വം പറയുന്നു. ഈ ബംഗളൂരു സ്വദേശിക്ക് പിന്നിലും ദൈവതുല്യനായ ഒരാൾ ഉണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ സ്പോൺസർഷിപ്പിന്റെ മറവിൽ തട്ടിപ്പ് നടത്താനുള്ള ശ്രമം തടഞ്ഞതിന്റെ വെളിപ്പെടുത്തലാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ഓഫീസറായിരുന്ന RK ജയരാജ് നടത്തിയത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ സംഭവം. 2019-20 കാലയളവിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ശ്രീകോവിൽ സ്വർണം പൂശാനും ക്ഷേത്ര നവീകരണത്തിനുമായി 100 കോടി രൂപയുടെ പദ്ധതിയുമായി ബംഗളൂരു സ്വദേശിയായ ഗണശ്രാവൺ എന്നയാൾ എത്തി. വലിയ ബിസിനസ്സുകാരനാണെന്നാണ് പരിചയപ്പെടുത്തിയത്. മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ എത്തിയതെന്നാണ് വെളിപ്പെടുത്തൽ. ഇയാൾക്ക് ക്ഷേത്രത്തിൽ വലിയ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് 6 മാസത്തോളം അവിടെ തുടർന്നു. എന്നാൽ അന്വേഷണത്തിൽ വാഗ്ദാനങ്ങളെല്ലാം കള്ളമാണെന്ന് വെളിപ്പെട്ടു. ആന്ധ്രയിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളുടെ പേരിൽ പിരിവ് നടത്തി തട്ടിപ്പ് നടത്തുന്നയാളാണെന്നും വ്യവസായി നൽകിയ വിലാസവും ആസ്തിയും ഉൾപ്പെടെ വ്യാജമാണെന്ന തിരിച്ചറിവ് പിന്നാലെയാണ് പദ്ധതി ഒഴിവാക്കിയത്. സ്പോൺസർക്ക് കൃത്യമായ പദ്ധതി നൽകാൻ കഴിയാത്തത് കൊണ്ട് അന്ന് തന്നെ പദ്ധതി ഉപേക്ഷിച്ചു. വിജിലൻസ് SP-യുടെ ഇടപെടലാണ് നിർണായകമായത്. ഗണശ്രാവണിനെ കുറിച്ച് വിശദാംശങ്ങൾ അന്വേഷിച്ചിരുന്നു. അയാൾ ചോറ്റാനിക്കരയിൽ നൽകിയ അഡ്രസ്സിൽ പരിശോധന നടത്തി. തനിക്ക് 10,000 കോടിയുടെ ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടെന്നും അതിൽ നിന്നും 100 കോടി ഉപയോഗിച്ച് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ശ്രീകോവിൽ സ്വർണം പൂശുമെന്നുമായിരുന്നു വാഗ്ദാനം. ദീർഘകാലം കുട്ടികളില്ലാതിരുന്നുവെന്നും ചോറ്റാനിക്കരയിൽ പ്രാർത്ഥിച്ച ശേഷം കുട്ടി പിറന്നുവെന്നും പറഞ്ഞു. അതുകൊണ്ടാണ് 100 കോടി സ്പോൺസർഷിപ്പ് നൽകുന്നതെന്നായിരുന്നു പറഞ്ഞത്. ഇത് വിശദമായി വിജിലൻസ് SP പരിശോധിച്ചു. ഗണശ്രാവൺ നൽകിയ അഡ്രസ് ബംഗളൂരുവിലെ ചെറിയ ഫ്ളാറ്റിന്റേതായിരുന്നു. ഇയാൾക്ക് വലിയ ബിസിനസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുട്ടി പിറന്ന കഥയും കളവാണെന്ന് കണ്ടെത്തി. ഇതോടെ ഇക്കാര്യം മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തു. ഗണശ്രാവൺ വരുന്നത് മാരുതി ഒമ്നി കാറിലാണെന്ന് കൂടി കണ്ടെത്തിയതോടെ SP കടുത്ത നിലപാടെടുത്തു. മുകളിൽ നിന്നും സമ്മർദ്ദം ഉണ്ടായെങ്കിലും ധാരണാപത്രം ഒപ്പിടാൻ നടന്നില്ല. ദേവസ്വം കമ്മീഷണറും സെക്രട്ടറിയും എടുത്ത നിലപാടായിരുന്നു ഇതിന് കാരണം. അങ്ങനെ ഗണശ്രാവൺ പറന്നു. ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ അളവെല്ലാം ഇതിനിടെ തന്നെ ഇയാൾ എടുത്തിരുന്നു. അന്താരാഷ്ട്ര മാഫിയയ്ക്ക് വേണ്ടിയാകും ഇതെന്ന് SP ഇപ്പോഴും സംശയിക്കുന്നുണ്ട്.